വീണ്ടും കടുംവെട്ട് നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കലിനെ എതിർക്കുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയത് 10% ഇറക്കുമതി ചുങ്കം ജൂൺ മുതൽ 25%ആക്കി ഉയർത്തുമെന്നും ഭീഷണി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടൻ. കൗമാര കലാപൂരത്തിന് ഇന്ന് കൊടിയിറക്കം. മത്സരങ്ങൾ അവസാന ലാപ്പിലേക്ക്. കിരീടപ്പോരിൽ കണ്ണൂരും തൃശൂരും ഇഞ്ചോടിഞ്ച്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യാതിഥി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൈമാറും. അറസ്റ്റിലായ ശങ്കരദാസിന്റെ ആരോഗ്യാവസ്ഥ വ്യക്തമാക്കുന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടും ഹാജരാക്കും. മൂന്ന് ദിവസമായി തുടരുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പരിശോധിച്ച് CC. കേന്ദ്ര സർക്കാരിനെതിരെ സമരപരിപാടികൾ ശക്തിപ്പെടുത്താൻ ധാരണ. തീരുമാനങ്ങൾ വിശദീകരിക്കാൻ MA ബേബി മാധ്യമങ്ങളെ കാണും. ആലപ്പുഴയിൽ വീണ്ടും കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ്. ഹരിപ്പാട് സ്വദേശിയായ പ്രവാസിയിൽ നിന്നും തട്ടിയെടുത്തത് 9 കോടിയോളം രൂപ. കബളിപ്പിച്ചത് ഓൺലൈനായി ഓഹരി ഇടപാട് നടത്തി വൻ ലാഭം നേടിത്തരുമെന്ന് വിശ്വസിപ്പിച്ച് നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയെന്ന് ആലപ്പുഴ സൈബർ പോലീസ്. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിൽ ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനലിൽ ആതിഥേയരായ മൊറോക്കോയ്ക്ക് സെനഗൽ എതിരാളികൾ. സാദിയോ മാനെയിൽ പ്രതീക്ഷയർപ്പിച്ച് സെനഗൽ. സൂപ്പർ താരങ്ങളുടെ കരുത്തിൽ മൊറോക്കോ. ഈജിപ്തിനെ മറികടന്ന് നൈജീരിയ മൂന്നാമത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ആവേശത്തിൽ ടെന്നീസ് ലോകം. 1-ാം നമ്പർ താരം കാർലോസ് അൽക്കറാസ് ഇന്നിറങ്ങും. റെക്കോർഡ് നേട്ടം സ്വപ്നം കണ്ട് ജോക്കോവിച്ച് വീനസ് വില്യംസും കളത്തിലിറങ്ങും. സിന്നർ സ്വരേവ് അടക്കം സൂപ്പർ താരങ്ങൾക്കും പ്രതീക്ഷ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിന് തകർപ്പൻ ജയം. ഡെർബിയിൽ സിറ്റിയെ മറികടന്നത് എതിരില്ലാത്ത 2 ഗോളിന്. ആഴ്സണലിനും ലിവർപൂളിനും സമനില കുരുക്ക്. ചെൽസി മിന്നും ജയം. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുറന്ന് റയൽ മാഡ്രിഡ്.